ഓക്കെ, ഉണ്ടാക്കാലോ. കാടമുട്ട ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാടമുട്ടകളെല്ലാം ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കുക്കറിലിട്ട് കഴിഞ്ഞാൽ മുട്ടയുടെ തോട് ഇങ്ങനെ പൊട്ടാതെ കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോഴിമുട്ടയാണെങ്കിലും കാടമുട്ടയാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് തൊലിയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ കാടമുട്ട തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കാടമുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. മസാലോട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് കാടമുട്ട ഫ്രൈയും അതുപോലെ ചിക്കൻ റോസ്റ്റും ആണ്. നീക്കുട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ.